ഇന്ത്യ ഒരു കാക്കിസ്റ്റോക്രസിയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതായത് ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും കഴിവില്ലാത്ത, യാതൊരു മനസാക്ഷിയുമില്ലാത്ത ആൾ ഭരിക്കുന്ന രാജ്യം. എന്നാൽ ഇന്ന് നമുക്ക് മറ്റൊരു വാക്കുകൂടി പഠിക്കാം, ക്ലെപ്റ്റോക്രസി. അതിന്റെ അർത്ഥം അഴിമതി മാത്രം മുഖമുദ്രയായ ഒരു ഗവൺമെന്റ് അവരുടെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു രാജ്യം. തങ്ങളുടെ ഈ കാട്ടുകൊള്ളയ്ക്ക് അവർ ഒരിക്കലും ജനങ്ങളോട് ക്ഷമ ചോദിക്കുകയോ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഇവർ ഒരിക്കലും നിയമ നടപടി നേരിടുകയോ ചെയ്യുകയില്ല. കാക്കിസ്റ്റോക്രസിയും ക്ലെപ്റ്റോക്രസിയും ഒരുമിച്ച് ചേർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നിസ്സംശയം പറയാം. ഇവിടെ മോദി പറയുന്നത് കേട്ടുകൊള്ളൂ. इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता। अरे नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती। क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको। देश आपसे जवाब मांग रहा है. ഞാൻ ഭരണത്തിൽ ഇരിക്കുന്ന ആളാണ്, അതിനാൽ എനിക്കറിയാം രൂപയുടെ മൂല്യം ഇത്ര സ്പീഡിൽ ഇടിയുകയില്ല എന്ന്. നേപ്പാളിന്റെ കറൻസി ഇടിയുന്നില്ല, ബംഗ്ലാദേശിന്റെ കറൻസി ഇടിയുന്നില്ല, പാകിസ്ഥാന്റെ കറൻസി ഇടിയുന്നില്ല, ശ്രീലങ്കയുടെ കറൻസി ഇടിയുന്നില്ല. എന്ത് കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ രൂപ ഇങ്ങനെ വിലയില്ലാത്തതായി തീരുന്നത്? ഇതിന്റെ മറുപടി നിങ്ങൾ പറയേണ്ടി വരും. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുത്തനെ തകരുകയാണ്. കഴിഞ്ഞ കുറെ നാളുകൾ എന്നല്ല, കഴിഞ്ഞ 10 വർഷങ്ങളായി മോദി ഭരണത്തിൽ കയറിയത് മുതൽ രൂപയുടെ മൂല്യം നിലം പതിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 86.72 എത്തിയിരിക്കുകയാണ്. ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുക? ഏതാനും ദിവസം മുൻപ് 84 രൂപയായിരുന്നു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം. അതാണ് ഇപ്പോൾ 86.72 പതിച്ചിരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാനും പോകുന്നില്ല. നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ രാജ്യത്തിന് എന്താണ് ദോഷം ഉണ്ടാവുക എന്ന്. എല്ലാ ഇന്റർനാഷണൽ വ്യാപാരങ്ങളും നടക്കുന്നത് ഡോളറിലാണ്. ഇന്ത്യ വലിയ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മൂല്യത്തെക്കാൾ വളരെയേറെ കൂടുതലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മൂല്യം. ഇപ്പോൾ തന്നെ ഓൾറെഡി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇന്ത്യ ഇതിലും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് സാരം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതിയിൽ ഒന്നാണ് ക്രൂഡ് ഓയിൽ. അപ്പോൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യ വളരെയേറെ പണം അധികം നൽകേണ്ടി വരും. ഇന്ധനത്തിന് വില വർദ്ധിക്കുമ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. അത് ഇപ്പോൾ തന്നെ താങ്ങാനാവാത്ത ഇൻഫ്ലേഷൻ വീണ്ടും വർദ്ധിക്കാൻ ഇടയാക്കും. ഇങ്ങനെ കുത്തനെ താഴേക്ക് പതിക്കുന്ന രൂപയെ പിടിച്ചു നിർത്താൻ വേണ്ടി റിസർവ് ബാങ്ക് തങ്ങളുടെ ഡോളർ കരുതൽ ശേഖരത്തിൽ നിന്നും വളരെയേറെ ഡോളർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടും രൂപ ഒരു പിടിയും തരാതെ വീണ്ടും താഴേക്ക് പതിക്കുകയാണ്. ഇങ്ങനെ ഡോളർ റിസർവ് വിറ്റു തെളിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ കരുതൽ ധനത്തിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത്. വിദേശ കരുതൽ ധനം കഴിഞ്ഞ 10 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തിയിരിക്കുകയാണ്. ജനുവരി 10 ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വിദേശ കരുതൽ നിക്ഷേപം 634.59 ബില്യൺ ഡോളറിലേക്ക് കുത്തനെ താഴ്ന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ 5.7 ബില്യന്റെ കുറവാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകളിൽ മാത്രമായി ഉണ്ടായിരിക്കുന്ന കുറവ് 17.8 ബില്യൺ ആണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന 704.89 ബില്യണിൽ നിന്നും 70 ബില്യനാണ് ഈ 3 മാസക്കാലം കൊണ്ട് ഫോറക്സ് റിസർവിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇന്ത്യയിലെ ഗോധി മീഡിയകൾ ഒന്നും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പ്രാധാന്യവും ഉള്ളതല്ല. വായടച്ചു നിന്ന് മോദിയിൽ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ് ആവോളം തിന്ന് തൃപ്തി അടയുകയാണ് അവർ. എന്നാൽ 2014 മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് അവർക്ക് ഗവൺമെന്റിനെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും മികച്ച എക്കോണമിസ്റ്റായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ ഗോധി മീഡിയകളും രാജ്യത്തെ പല സെലിബ്രിറ്റികളും ചെയ്ത ചില ട്വീറ്റുകൾ കണ്ടോ? വിവേക് അഗ്നിഹോത്രി 2012 ജൂൺ 24 ട്വീറ്റ് ചെയ്തത്, നിങ്ങളുടെ സന്തോഷം പെട്രോളിന്റെ വില പോലെ ഉയരുകയും നിങ്ങളുടെ സങ്കടങ്ങൾ രൂപയുടെ മൂല്യം പോലെ താഴുകയും നിങ്ങളുടെ സന്തോഷം അഴിമതി പോലെ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ചെയ്യട്ടെ. 2013 ഓഗസ്റ്റ് 20 ബോളിവുഡ് നടി ശില്പ ഷെട്ടി കുറിച്ചത്, ഡോളർ എസ്കലേറ്ററിലും രൂപ വെന്റിലേറ്ററിലും രാജ്യം ICUയിലുമാണ്, നമ്മൾ കോമയിലാണ്, ദൈവം ഇന്ത്യയെ രക്ഷിക്കട്ടെ. ലോകോത്തര സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ 2013 സെപ്റ്റംബർ 1 കുറിച്ചത് T1140 ഇംഗ്ലീഷ് ഡിക്ഷണറിയിലേക്ക് പുതിയ വാക്ക് ചേർത്തിരിക്കുന്നു, റുപ്പീഡ്. അതിന്റെ അർത്ഥം താഴേക്ക് പതിക്കുക എന്നാണ്. ബോളിവുഡ് നടൻ അനുപം ഖേർ കുറിച്ചത്, എല്ലാം താഴേക്ക് പോവുകയാണ്, രൂപയുടെ വിലയും മനുഷ്യന്റെ വിലയും. ഗംഗ കരയുന്ന നാട്ടിലെ ആളുകളാണ് നമ്മൾ.
ജൂഹി ചാവ്ല 2013 ഓഗസ്റ്റ് 21 കുറിച്ചത് ഇന്ത്യൻ രൂപയ്ക്ക് സ്വയരക്ഷയ്ക്കുള്ള ഏക മാർഗം ഡോളറുമായി രാഖി ബന്ധിച്ച് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നതാണ്. അതേ ദിവസം തന്നെ അവർ കുറിച്ച മറ്റൊരു ട്വീറ്റ്, ദൈവത്തിന് നന്ദി, എന്റെ അടിവസ്ത്രത്തിന്റെ പേര് ഡോളർ എന്നായതിൽ രൂപയായിരുന്നെങ്കിൽ തെരുതെരെ ഊർന്ന് താഴേക്ക് പോയേനെ. ഗോദി മീഡിയ ആങ്കർ അഞ്ജന ഓം കാശ്യപ് 2013 ഓഗസ്റ്റ് 19 കുറിച്ചത് രൂപയുടെ റെക്കോർഡ് ഭേദിച്ചുള്ള വീഴ്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രധാനമന്ത്രിയുടെ മേലുള്ള കരിനിഴലാണ്. ഇപ്പോഴത്തെ നൈർമല്യമില്ലാത്ത ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2013 സെപ്റ്റംബർ 2 കുറിച്ചത് രൂപയുടെ വീഴ്ച വലിയ ഭാരമാണ് കൂട്ടുന്നത്. കൂടുതൽ പണം മുടക്കിയാലും ഇന്ധനം റേഷൻ പോലെയേ ലഭിക്കൂ. ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റ് ആണ് ഉത്തരവാദി. ശ്രീ 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 25 ശ്രീ ഗുരു രവിശങ്കർ 2014 മാർച്ച് 20 കുറിച്ചത് മോദി അധികാരത്തിൽ വന്ന ഡോളറിനെതിരെ രൂപ 40 എന്ന നിലയിലേക്ക് കുതിച്ചു കയറുമെന്നുള്ളത് വളരെ റിഫ്രഷിംഗ് ആയ കാര്യമാണ് എന്നാണ്. ഈ ശ്രീ 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 പറഞ്ഞതുപോലെ മോദി പിന്നീട് അധികാരത്തിൽ വരികയും രൂപയുടെ മൂല്യം 40ലേക്ക് കുതിച്ചു കയറുകയും ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ അമിതാഭ് ബച്ചനും മിണ്ടാട്ടമില്ല, ശ്രീ ശ്രീ ശ്രീക്കും മിണ്ടാട്ടമില്ല, വിവേക് അഗ്നിഹോത്രിക്കും മിണ്ടാട്ടമില്ല, അനുപം ഖേറിനും മിണ്ടാട്ടമില്ല, ജൂഹി ചാവ്ലയ്ക്കും മിണ്ടാട്ടമില്ല, അഞ്ജന ഓം കാശ്യപിനും മിണ്ടാട്ടമില്ല, ഒരു സെലിബ്രിറ്റിക്കും മിണ്ടാട്ടമില്ല. ഏതാനും ദിവസം മുൻപ് ഇന്ത്യ ബിസിനസ് അവർ പരിപാടിയിൽ CNBC TV എക്കോണമിസ്റ്റുകളും ബാങ്ക് ട്രഷറി തലവന്മാരുമായി നടത്തിയ പോളിൽ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞത്, Well, the Indian rupee will slide to 86.25 by March 2025 and to 87 by the year end. That's according to a poll of economists and bank treasury heads done by CNBC TV 18. ഈ വർഷം മാർച്ചോടുകൂടി രൂപയുടെ മൂല്യം 86.25 താഴുകയും 2025 അവസാനത്തോടുകൂടി 87 താഴുകയും ചെയ്യുമെന്നായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു വായടച്ചില്ല. അപ്പോഴേക്കും രൂപയുടെ മൂല്യം 86.72 കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഈ നിലയ്ക്ക് പോയാൽ ഈ വർഷാവസാനത്തോടെ 87 മോദിയുടെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് യഥാർത്ഥത്തിൽ 100 കടന്നാലും അത്ഭുതപ്പെടാനില്ല. രൂപയുടെ മൂല്യം ഇതുപോലെ കുത്തനെ ഇടിയുമ്പോഴും സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമാകുമ്പോഴും മോദിക്ക് പറയാനുള്ള ഇതാണ്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഐ ഡോണ്ട് കെയർ. मोदी जी रुपया गिरता जा रहा है, मुझे परवाह ही नहीं है। मोदी जी GDP ग्रोथ का हाल बुरा है, मुझे परवाह ही नहीं है। अरे मोदी जी महंगाई बहुत है, मुझे परवाह ही नहीं है। मोदी जी देश का क्या, मुझे परवाह ही नहीं है। तो आपको परवाह किसकी है मोदी जी? अडानी अडानी अडानी। അതിനു പകരം മോദി മന്ദഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം അടിപൊളി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ആസ്വദിച്ചുകൊള്ളു ഭക്തന്മാരെ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുകയാണ്. നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായി ചുമതലയെടുക്കുമ്പോൾ മോദിയുടെ പ്രായം 64 വയസ്സും രൂപയുടെ മൂല്യം 58.58 അന്ന് മോദി പറഞ്ഞത്, ഞാൻ രൂപയെ ശക്തമാക്കുമെന്നും രൂപയുടെ മൂല്യം 40ലേക്ക് ശക്തിപ്പെടുത്തുമെന്നും രൂപയുടെ താഴ്ചയെ മൻമോഹൻ സിംഗിന്റെ പ്രായത്തോട് ഉപമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം മോദിയുടെ പ്രായം 10 വയസ്സ് കൂടിയപ്പോൾ രൂപയുടെ മൂല്യം ഏതാണ്ട് 30 രൂപയോളം ഇടിയുകയും ചെയ്തിരിക്കുകയാണ്. രൂപയുടെ മൂല്യം കുത്തനെ താഴുന്നു, GDP വളർച്ച കുത്തനെ താഴുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഇടിയുന്നു. ആകെ കൂടുന്നത് മോദിയുടെ കോമാളിത്തരങ്ങളും ഫോട്ടോഷൂട്ടും പ്രപ്പഗാൻഡയും മാത്രമാണ്. ഇതിനെക്കുറിച്ച് നിർമ്മല സീതാരാമന്റെ ഇപ്പോഴത്തെ അഭിപ്രായം നമ്മുടെ സുരേന്ദ്രന്റെ പോലെ തന്നെയാണ്. രൂപ ഇടിയുകയല്ല, മറിച്ച് ഡോളർ ശക്തമാവുക മാത്രമാണ് ചെയ്യുന്നത്. രൂപ എങ്ങനെയാണ് വീഴുന്നതെന്ന് മോദി കാണിച്ചു തരുന്നത് കണ്ടുകൊള്ളൂ. അതുപോലെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് RSSന് വേണ്ടി വിടുപണി ചെയ്ത അണ്ണാ ഹസാരെ എന്ന ഗാന്ധിയൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ മോദിയെ നോക്കി കാണിക്കുന്നത് ഇതാണ്. ശ്രദ്ധിച്ചു കണ്ടുകൊള്ളൂ. നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്തോ? പുള്ളി മോദിക്ക് നടുവിരൽ നമസ്കാരം കൊടുക്കുകയാണ്. അതിനുശേഷം ഇയാൾ ഇതുപോലെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് ഹാൻഡിൽ ഇന്ത്യയുടെ തകരുന്ന സാമ്പത്തിക രംഗത്തെയും കുത്തനെ പതിക്കുന്ന രൂപയുടെ മൂല്യത്തെയും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഷെയർ ചെയ്ത ജഗതിയുടെ ഈ ക്ലിപ്പ് ജാവോ പോലെ വളരെ സിമ്പിളും എന്നാൽ പവർഫുള്ളുമാണെന്ന് പറയാതെ വയ്യ.
രൂപയുടെ ഈ വീഴ്ചയ്ക്ക് ലോകോത്തര എക്കോണമിസ്റ്റുകളായ എഴുതാനും വായിക്കാനും അറിയാത്ത മന്ദഭക്തർക്ക് വളരെയേറെ ന്യായീകരണമുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ ഡോളർ കൊണ്ടാണോ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നത്? നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്തെക്കുറിച്ച് എന്തറിയാം? അങ്ങനെ പല പല വിദഗ്ധ അഭിപ്രായങ്ങളും അവർക്കുണ്ട് എന്നറിയാം. നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയാം, ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം ദിനം പ്രതി ദുരിതമാക്കുന്ന, ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ. രാജ്യത്തെ നശിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ രാജ്യദ്രോഹ കുറ്റമാണ്. ഇനിയെങ്കിലും രാജ്യദ്രോഹിയാവാതെ വിവേകമുള്ള, വിവരമുള്ള ഒരു രാജ്യസ്നേഹിയാകാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തുക.